അല്ല അതേതാണ് പുതിയ മതി. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയുടെ പേര് PC ജോർജ് എന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഈ നന്ദി എന്നും കാണിക്കണം അല്ലേ മിസ്റ്റർ അപ്പുക്കുട്ടൻ? നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് സാർ. വാലില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെനിക്ക് അറിയത്തില്ല, അറിയാതെ ഞാൻ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നി. പണ്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് അറിയില്ല എന്നല്ലാതെ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. വല്ലാത്തൊരടിയായിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു പാർലമെന്റിൽ പോയി ഇനി രാജ്യം നന്നാക്കാമെന്നുള്ള അമിതമായ ആഗ്രഹമൊന്നും എനിക്കില്ല. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കാരണം MLA എന്നതിൽ വളരെ മാന്യമായി ഞാനിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ എതിർക്കുന്നവർക്ക് പോലും എന്നൊരു വ്യക്തിപരമായ സ്നേഹം മാത്രമേ ഉള്ളൂ. ജോസേട്ടന് എല്ലാവർക്കും ഇഷ്ടാവും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുത്തും. ജോസേട്ടാ വാ, വാ ജോസേട്ടാ. PC ജോർജ് പത്തനംതിട്ടയിൽ തന്നെ മത്സരിപ്പിച്ച പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര് തിരിഞ്ഞു നോക്കണ്ട? വർമ്മ കാർ തരാൻ, കോട്ടേഴ്സ് തരാൻ, കുക്കിനെ തരാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോറ്റ പണി കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വിമാനം കയറിയത്. എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണിമക്കി കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്. അപ്പൊ കാര്യം കഴിഞ്ഞ് നിക്കണല്ലേ, എന്നിട്ട് കൈമലർത്താണം കെട്ടവൻ. അതാരെങ്കിലും ആവട്ടെ, പക്ഷേ BJPക്ക് അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ PC ജോർജിനെ പത്തനംതിട്ടയിൽ ഇറക്കുമ്പോൾ BJP പ്രതിരോധത്തിലാകുമോ എന്ന് ഭയക്കുന്നത് കൊണ്ട് നീ കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, എന്റെ കൊക്കിന് ജീവനുള്ളോളം കാലം ഞാൻ മറക്കില്ലടാ. വല്ലാണ്ടങ്ങ് സൂചിപ്പിക്കണ്ട. അധികാലം ഈ കൊക്കിന് ജീവൻ ഉണ്ടാവുന്നു തോന്നുന്നില്ലടാ. സംസ്ഥാന ഘടകത്തിന്റെ ആദ്യത്തെ 2 പരിഗണനയും PC ജോർജ് അല്ല. അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ കടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇതിനായിരുന്നല്ലേ. സ്വന്തം അനിയനിട്ട് തന്നെ പാര പണിയണം. സാരമില്ല, ശരിയാക്കി തരാം. ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഗവർണർ പദവി ഒഴിഞ്ഞ് മത്സര രംഗത്തേക്ക് വരാൻ PS ശ്രീധരൻപിള്ള തയ്യാറാണ്. അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് മനസ്സിലാവുന്നു. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. എന്നാ പിന്നെ വാ. അല്ല സാറേ, എന്നാ പിന്നെ വരാല്ലേ? അതാ നല്ലത്, ചെല്ല്.